Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുമാർ അംബുജ് എഴുതിയ മാ രസോയി മേ രഹതി ഹൈ എന്ന ചാപ്റ്ററാണ്. മാ രസോയി മേ രഹതി ഹൈ ബൈ കുമാർ അംബുജ്. रात करीब 3 बजे मेरी नींद खुली. कुछ खड़र पड़र की आवाज आई. जाकर देखा तो माँ रसोई में कोई बर्तन निकल रही थी. मुझे देखकर वो चौंक गई. फिर हंसकर कहने लगी, आफी सुबह होने में डर है, तुम सो जाओ. उसकी दंड पंक्ति बहुत लुफावनी थी. मैंने अपनी अलजाई हालत में पूछा, तुम इतने रात में क्या कर रही हो? क्या सोई नहीं? अरे सोई क्यों नहीं, अभी तो उड़ी हो. तुम रात में 11 बजे तक तो जाग रही थी. मैंने कुछ अजरज से कहा. हाँ तो क्या हुआ, मैं इतना ही सोती हूँ, तुम जाकर सो जाओ. രാത്രി ഏകദേശം 3 മണിയായപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. എന്തൊക്കെയോ തട്ടുമുട്ടും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് അമ്മ പാത്രം എടുത്തും വെച്ചുമൊക്കെ നിൽക്കുകയാണ്. എന്നെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാവിലെ ആവാൻ ഇനി കുറച്ചു നേരവും കൂടെ ബാക്കിയുണ്ട്, നീ പോയി ഉറങ്ങിക്കോ. ഞാൻ എൻ്റെ ഉറക്കച്ചടവോടുകൂടി തന്നെ ചോദിച്ചു, അല്ല അമ്മ എന്താ ഈ രാത്രി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയില്ലേന്നോ? ഞാൻ ഇപ്പം എണീറ്റതേ ഉള്ളൂ. അമ്മ ഇന്നലെ രാത്രി 11 മണി വരെ ഉണർന്നല്ലേ ഇരുന്നത്? ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെ ചോദിച്ചു. അതെ, അതുകൊണ്ടെന്താ? ഞാൻ ഇത്രയൊക്കെ ഉറങ്ങാറുള്ളൂ. നീ പോയി കിടന്നുറങ്ങിക്കേ. कुछ दिनों बाद मैं एकाएक रात में 1-1:30 बजे उठ बैठा. कोई सपना ढूंढा था या कैसे कोई आवाज आई थी. थोड़ी देर में लगा कि रसोई में कोई है. लाइट जल रही थी. जाकर देखा माँ स्टूल पर बैठकर अखबार पढ़ रही थी. मुझे देखकर कुछ घबरा गई, लेकिन तुरंत ही संयत होकर पूछने लगी, पानी पीना है? और जवाब का इंतजार किए बिना ही उलीचना लेकर गिलास में पानी डालने लगी. पानी पीकर मैंने पूछा, माँ तुम अभी तक सोई क्यों नहीं? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ രാത്രിയിൽ പെട്ടെന്ന് ഒരു 1:30 ആയപ്പോഴേക്കും ഉണർന്നു. സ്വപ്നം കണ്ടതാണോ ശബ്ദം കേട്ടിട്ടാണോ എന്തോ അറിയില്ല. ആ നേരം അടുക്കളയിൽ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ലൈറ്റ് കത്തിക്കിടക്കുന്നു. പോയി നോക്കിയപ്പോഴുണ്ട് അമ്മ സ്റ്റൂളിൽ ഇരുന്ന് കൊണ്ട് പത്രം വായിക്കുകയാണ്. എന്നെ കണ്ട് അമ്മ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പെട്ടെന്ന് തന്നെ എന്നോട് ചോദിച്ചു, എന്താ വെള്ളം വേണോ? എൻ്റെ മറുപടിക്കായിട്ട് കാത്തു നിൽക്കാതെ തന്നെ അമ്മ എണീറ്റ് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് എനിക്ക് നേരെ നീട്ടി. വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, അമ്മേ എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങാഞ്ഞേ? बस नींद नहीं आ रही थी तो यहाँ बैठकर अखबार पढ़ने लगी. सो जाओगी? कोई बात हुई? जब देखो तब आधी रात में फिर किचन में बैठी रहती हो. क्यों? क्या रसोई घर में नहीं बैठा जा सकता? मुझे यही बैठा अच्छा लगता है. ठीक है, मैंने हार कर कहा, चलो अब सो जाओ. तुम जाकर सो, मैं ये आखिरी पेज पढ़कर आती हूँ. ഒന്നുമില്ലെന്നേ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ പോയി ഉറങ്ങിക്കോ. ഇതെന്തായാലും കൊള്ളാം. എപ്പം നോക്കിയാലും പാതിരാത്രി നോക്കിയാലും കിച്ചണിൽ തന്നെ കാണും. അതിനെന്താ, കിച്ചണിലിരുന്നൂടെ? എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ശരി ശരി, ഞാൻ തോൽവി സമ്മതിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എങ്കിൽ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? നീ പോയി ഉറങ്ങിക്കോ, ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പേജും കൂടെ വായിച്ചിട്ട് ദാ വരുന്നു. ऐसा अनेक बार हुआ जब काफी रात में मेरी नींद खुलती है 12 बजे, 2 बजे, 4 बजे या सुबह 5 बजे. वो मुझे किचन में मिलती. कभी कहती है कि दही जमाने के लिए दूध अरकना भूल गई थी, अभी 5 मिनट में सोना जा रही हो. कभी बताती कि अरे ध्यान आया कि घर में सब्जी नहीं है, सुबह के लिए चने भिगो रही हो. या ये कि आटा फ्रिज में रखना भूल गई थी. एक रात देखा कि 12 बजे रसोई की दीवार पर लगे कैलेंडर पर दूध का हिस्सा लिख रही थी.
पूछने पर जवाब दिया कि रोज लिखती हो, कितना दूध लिया, आज फूल गई थी, अभी याद आया कि तुम लिख रही हो, अभी गुस्सा जताते। मैं जैसे ही रात में किसी काम से उठती हूँ तो पीछे पीछे चला आता है। ए तो अक्सर ही कहती कि बस पानी पीने के लिए उड़ी थी, ठंडी हवा आ रही थी तो यहाँ खिड़की के पास खड़ी हो गई। रसोई में दक्षिण दिशा की तरफ एक छोटी सी खिड़की थी। ഈ സംഭവം പിന്നെ പല ആവർത്തി നടന്നു. ചിലപ്പോൾ രാത്രിയിൽ ഞാൻ ഉണർന്നാൽ 12 മണിയോ 2 മണിയോ 4 മണിയോ അല്ലെങ്കിൽ അതിരാവിലെ 5 മണിക്കോ എപ്പോഴാണെങ്കിലും അമ്മയെ കിച്ചണിൽ തന്നെ കാണാമായിരുന്നു. ചിലപ്പോൾ പറയും തൈര് എടുക്കാൻ വേണ്ടി പാല് വെക്കാൻ മറന്നുപോയെന്ന്. ഇപ്പൊ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഉറങ്ങാൻ പോയേക്കാം എന്ന് പറയും. ചിലപ്പോൾ പറയും ഓ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, വീട്ടിലെ പച്ചക്കറി ഒന്നുമില്ല, രാവിലത്തേക്ക് കടല വെള്ളത്തിലിടുകയാണ്. അല്ലെങ്കിൽ പറയും ഓ ആട്ട ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. ഒരു ദിവസം നോക്കിയപ്പോഴോ 12 മണിക്ക് അടുക്കളയിലെ മതിലയിൽ തൂക്കിയിട്ടിരുന്ന കലണ്ടറിൽ പാലിന്റെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. ചോദിച്ചപ്പോൾ പറയുകയാണ്, എന്ന് ഞാൻ എഴുതിയിടും ഈ പാലിന്റെ കണക്ക്, ഇന്നാണെങ്കിൽ എഴുതാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് ഇപ്പോഴെഴുതുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടുക വരെ ചെയ്യും. ഓ രാത്രിയിൽ ഞാൻ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി എഴുന്നേറ്റ് എൻ്റെ പിറകെ വന്നോണം, ഇത് എപ്പോഴും പറയാറുള്ളതാണ്. എന്നാൽ വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴെങ്കിലും എണീറ്റ് കിച്ചണിലേക്ക് വന്നാൽ ആ തണുത്ത കാറ്റ് വരുന്ന ജനലിൻ്റെ അടുത്ത് അമ്മ നിൽക്കുമായിരിക്കും. കിച്ചണിൽ ദക്ഷിണ ദിശയിലേക്ക് തുറക്കുന്ന ഒരു ചെറിയ ജനലുണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.